ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് കേരളത്തിൽ നിന്ന് കോൺഗ്രസിന്റെ മുന്നണിയിൽ നിന്ന് ജയിച്ച് പാർലമെന്റിൽ എത്തിയിട്ട് ബഗൽപൂർ കലാപമുണ്ടായ സമയത്ത് പാർലമെന്റിൽ അദ്ദേഹം അതിതീവ്രമായി കോൺഗ്രസ് വിരുദ്ധ ഒരു പ്രസംഗം നടത്തിയപ്പോൾ അന്നത്തെ സോമനാഥ് ചാറ്റർജി ചോദിച്ചു, മിസ്റ്റർ ഇബ്രാഹിം സുലൈമാൻ സേഠ്, വിച്ച് ഫ്രണ്ട് യു ബിലോങ്സ്, നിങ്ങൾ ഏത് മുന്നണിയിലാണ് ഉൾപ്പെടുന്നത്? കോൺഗ്രസിന്റെ കൂടെ വന്നിട്ട് പാർലമെന്റിൽ എത്തിയിട്ട് കോൺഗ്രസിനെ വിമർശിക്കണോ? അതിനാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, എന്റെ സപ്പോർട്ട് ഇഷ്യൂ ബേസ്ഡ് ആണ്. ഇന്ത്യയുടെ പാർലമെന്റ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത്, ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ട്. ഇന്നിപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു പ്രശ്നം വരുമ്പോൾ മറിച്ച് പറയേണ്ടി വരുമ്പോൾ അത് കടമെടുക്കുകയാണ്, ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ട്. ഞാൻ പറയുന്നത് ധീരമായ നിലപാട് സ്വീകരിച്ച് ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ടായിരിക്കണം, പ്രശ്നാധിഷ്ഠിതമായിരിക്കണം. ഇവിടെ നേരത്തെ ഹബീബ് സൂചിപ്പിച്ചതുപോലെ ഈ മൈൻഡ് സെറ്റിങ്ങിന്റെ സമയത്ത് അജണ്ട സെറ്റ് ചെയ്യുന്നിടത്ത് അവിടെ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ സങ്കുചിത്വത്തിന്റെ അപ്പുറത്ത് ഒരു മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അജണ്ടകളായി സെറ്റ് ചെയ്യാൻ സംഘടനകൾക്ക് സാധിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതാണ് എന്റെ നിർദ്ദേശം.